കോളയാട് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. കോളയാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടത്തിയ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി ഉദ്ഘാടനം ചെയ്തു. കുറച്ച് ദിവസം കൂടുതൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിനുള്ള സാഹചര്യം നമുക്ക് മുന്നിലില്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ ദിവസത്തേക്ക് ചുരുക്കിക്കൊണ്ട് ഒറ്റ ദിവസം ഇവിടെ കാർഷിക ചന്ത ഒറ്റ ദിവസമാണെങ്കിലും നിങ്ങളുടെ ഈ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് പൂർണ്ണമായും ഉൾപ്പെട്ടുകൊണ്ട് അതിൻ്റെ കാർഷിക സഭയും ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ കൃഷിഭവൻ മുഖാന്തരം ഇവിടെ നടന്നു പോകുന്നുണ്ട്. ആ രീതിയിൽ അതൊക്കെ പ്രയോജനപ്പെടുത്തും. പക്ഷേ കൃഷിൻ്റെ മീറ്റിങ്ങുകളും എല്ലാം ചുരുങ്ങിയ ആളുകളെ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുകയല്ല. കൃഷിൻ്റെ വകുപ്പിൻ്റെ എല്ലാ പദ്ധതികളും വരുന്നത് കൃഷിൻ്റെ ഗ്രൂപ്പ് നിരന്തരമായിട്ട് നമ്മൾ എല്ലാ മെസ്സേജുകൾ ഇട്ടുകൊണ്ടുള്ള ഗ്രൂപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിലും എല്ലാവരും പ്രത്യേകിച്ച് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നല്ലൊരു കാർഷിക വിളവ് നൽകുന്ന ഒരു ഗ്രാമമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിന് തുടക്കമാവട്ടെ ഇന്നത്തെ ഈ ചർച്ച എന്നോട് ആശംസിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഗ്രാമിൻ്റെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക വിളകൾ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ള യന്ത്രങ്ങൾ രജിസ്ട്രേഷൻ ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ പ്രദീപൻ, കെ ജയരാജൻ മാസ്റ്റർ, വാർഡ് മെമ്പർ കെ വി ജോസഫ്, കൃഷി ഓഫീസർ ജിസ്ന ജോർജ്, കൃഷി അസിസ്റ്റന്റ് എം വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരായ അമൃത ടി സണ്ണി, ഫീൽഡ് അസിസ്റ്റന്റ് സ്വപ്ന, അശ്വിനി, വത്സല തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടികൾക്കിടയിൽ അതിഥികളായി ആത്മ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ സുരേന്ദ്രൻ, പേരാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രമ തുടങ്ങിയവർ മുഖ്യ അതിഥിയായി. വിവിധയിനം നടീൽ വസ്തുക്കൾ, പച്ചക്കറി വിത്തുകൾ, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവ ചന്തയിലൂടെ വിതരണം ചെയ്തു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ.